ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഡിസ്ക്ലൈമർ: ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്ന ചില സംഭവങ്ങൾ, ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ, ചില സ്ഥലപ്പേരുകൾ തികച്ചും യാദൃച്ഛികമായിരിക്കും. ഇതിന്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കോ വിമുഖതയ്ക്കോ ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല. ഇത് തികച്ചും വിനോദപരമായ കാര്യങ്ങളാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്ന ചില സംഭവങ്ങൾ, സാഹചര്യങ്ങൾ തികച്ചും യാദൃച്ഛികം മാത്രമായിരിക്കും. എല്ലാവർക്കും SKD ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്നത് സൗത്ത് കേരള ഡയോസിസിന്റെ യുവോന്മുഖവും അതുപോലെ തന്നെ പേരിൻപക്കോണം സഭയുടെ സൺഡേ സ്കൂൾ ടീച്ചറും പേരിൻപക്കോണം സഭയുടെ തന്നെ യൂത്ത് സെക്രട്ടറിയുമായ ആൻഷയാണ്. ആൻഷയെ നിറഞ്ഞ കയ്യടിയോടുകൂടി ഈ ഇന്റർവ്യൂ സെക്ഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ഈ ടീച്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ടീച്ചർ ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും പാട്ടുരൂപത്തിൽ മറുപടി നൽകുമെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ നമുക്ക് ചോദിക്കാം. നമസ്കാരം ടീച്ചർ. ടീച്ചറിന്റെ പേരെന്താണ്? നാദന് മുൾമുടി നൽകിയ ലോകമേ, നീതരം പേരെനിക്കെന്തിന്? ഓഹോ, അങ്ങനെയാണെങ്കിൽ സ്വന്തം ദേശം എവിടെയാണ്? എന്റെ ദേശം ഇവിടെയല്ല. ഇവിടെയല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ആ ദേശം? അക്കരെയാണ് എന്റെ ശാശ്വത നാട്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ആ നാടിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണുമല്ലോ. ആ നാടിന്റെ പ്രത്യേകത എന്താണ്? രപ്പകലിൽ ഇവിടെ പ്രശോഭിതമായൊരു നാട്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ആ നാട്ടിലെ ഏത് ജാതിയിൽ പെട്ടതാണ്? യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാം. ടീച്ചറിനെ കണ്ട വലിയ പ്രായം തോന്നിക്കില്ല, എന്നാലും ഒരു ചോദ്യമല്ലേ, എത്ര വയസ്സായി? 7, 10, 80 മാത്രം. ഓഹോ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ പങ്കെടുത്ത് പാട്ടുപാടി ഒത്തിരി സമ്പത്തുണ്ടാക്കി കാണുമല്ലോ, അല്ലേ? ഈഹത്തിൽ ഒന്നുമില്ലായേ. അപ്പൊ പറഞ്ഞു വരുന്നത് ചുരുക്കത്തിൽ ഒരു ദരിദ്രവാസിയാണെന്നാണ്. അല്ല, ഒരു സഞ്ചാരത്തിന്റെ ഇടയ്ക്കാണല്ലോ ഞങ്ങളെയൊക്കെ കണ്ടുമുട്ടിയത്. അല്ല, ഈ സഞ്ചാരം എങ്ങോട്ടാണ്? ആരാണ് കൂടെയുള്ളത്? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഇപ്പൊ പറഞ്ഞില്ലേ ആ യേശു? ആ യേശുവിനെ പറ്റി ഒന്ന് വിശദീകരിച്ച് പറയാമോ? സൂര്യലോക സുഖം വെടിഞ്ഞു ഇന്നെ തേടി വന്ന ഇടയൻ. ഇനി നമുക്ക് ടീച്ചറിന്റെ കുടുംബ വിശേഷങ്ങളിലേക്ക് കടക്കാം. ടീച്ചറിന്റെ ഭർത്താവിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? എൻ പ്രിയനിപ്പോൾ സുന്ദരനിയാരെയും ഞാനുലകിൽ. ഇത്രയും സുന്ദരനായ ഭർത്താവ് ടീച്ചറിനെ നല്ല പോലെ നോക്കുന്നുണ്ടാവാം, അല്ലേ? സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ. ഇങ്ങനെ നമ്മുടെ ഈ ജീവിതമാകുന്ന യാത്രക്കിടയിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരുമല്ലോ. ആ ജീവിത സാഹചര്യങ്ങളോട് ടീച്ചറിന്റെ പ്രതികരണം എങ്ങനെയാണ്? നല്ല പോരാട്ടം പോരാടി ഒട്ടമോടിടാം. ഇത്തരം സാഹചര്യങ്ങളിൽ ടീച്ചർ പതറാറുണ്ടോ? പതറുകയില്ല ഞാൻ, തളരുകയില്ല ഞാൻ. ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പോലെ സൗത്ത് കേരള ഡയോസിസിനെ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവുമെന്ന് ഞാനും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടീച്ചറിന്റെ സഭാ ശുശ്രൂഷകനെ പറ്റിയുള്ള അഭിപ്രായം? സുന്ദരനും മനോഹര. സൗത്ത് കേരള ഡയോസിസിന്റെ യുവജന സംഘടനാ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ശ്രീ വിജീഷ് കുർവാടിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണ
വലിയ യുവജന സംഘടന സൗത്ത് കേരള ഡയോസിസിൽ ഉണ്ടായിരിക്കുമ്പോൾ അവിടുത്തെ പ്രോഗ്രാമൊക്കെ എങ്ങനെയാണ്? ആയിരം ആയിരം നാവുകളാലേതു വർണ്ണിപ്പത്. ഈ സമൂഹത്തോട് ടീച്ചറിന് എന്താണ് പറയുവാനുള്ളത്? വരുവേനി നല്ല സമയം വൃഥാവാകാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. CSI സഭയുടെ കേരള റീജിയണൽ യൂത്ത് അസംബ്ലിയോട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരോടും ഓരോ ഡയോസിസിനോടും എന്നോടൊക്കെ ടീച്ചറിന് എന്താണ് പറയാനുള്ളത്? വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവിനു താമസമേറെയില്ല. ഇത്രയും നേരം പാട്ടുപാടി പിടിച്ചു നിന്ന ടീച്ചറിന് നന്ദിയുണ്ട്. നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുമേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുമേ. ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇനി നാളെ ഇതുപോലെ ഒരുമിച്ച് കൂടുവാൻ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും റീജിയണൽ അസംബ്ലികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നുകൊണ്ട് ഇപ്രാവശ്യം നിർത്തുന്നു. ടാറ്റാ.